അപ്പൊ ഇതിൽ ആരാ സംഘത്തലവൻ ആരാ? നമുക്ക് സംഘത്തലവൻ തുടങ്ങാം. ഒരു സീൻ നമ്മളൊരു ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോ കാല് മാറിപ്പോയി, വയ്യാത്ത കാല് ഏതാന്നുള്ളത് മാറിപ്പോയി. നടന്നു വന്നിട്ട് തിരിച്ചു പോയപ്പോഴത്തേക്കും മാറിപ്പോയി, സ്പീഡിൽ നടന്നങ്ങ് പോയി. അയ്യോ കാല്. ഒരു നെഗറ്റീവ് ഷെയ്ഡില് ദർശന, അത് ഭയങ്കര രസമാണ്. ദർശന നമ്മളൊരു ദർശൻ ഇതില് ഗുണ്ടാന്ന് പറയില്ല, ഫീമെയിൽ എന്താ പറയാ? ഗുണ്ടി ഗുണ്ടാന്ന് പറയോ? അല്ല, ഇതിൽ ആർക്കാ ശരിക്കും അടി കൊണ്ടിട്ടുള്ളത്? ഇപ്പോഴും കിട്ടാറുണ്ട്. ജഗദീഷ് ചേട്ടനുണ്ട്. ജഗദീഷ് ചേട്ടൻ ഉപ്പ് പോലെയാണ്. ഇപ്പൊ ഏത് ഫിലിം നോക്കിയാലും ജഗദീഷ് ചേട്ടനെ കാണാന്നുള്ള. അത് കല്ലുപ്പ്. ഇവൻ ഭയങ്കര അഭ്യാസിയാണ്. ഇവൻ ചെയ്യാത്ത പരിപാടികളില്ല. സൈക്കിള് വീൽ ചെയ്യും, ബൈക്ക് വീൽ ചെയ്യും, അധിക പ്രസംഗിയാണ്. കൊച്ചു കുഞ്ഞിന്റെ സ്വഭാവമാണ്. കളി തോറ്റു കഴിയുമ്പോ, ക്രിക്കറ്റ് കളി തോറ്റു കഴിഞ്ഞാൽ കരയും. ഓർമ്മിപ്പിക്കല്ലേ ചേട്ടാ, അങ്ങനെ പറഞ്ഞില്ലേ ചേട്ടാ, ചേട്ടാ ഞാൻ എഴുതല്ലോ കണ്ടോ ചേട്ടാ. ഒരു പടവും ഇല്ലാതെ എഴുതിയിരിക്കുന്ന സമയം ഒരുപാട് സമയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ജിമ്മിൽ റെഗുലറായിട്ട് പോകുന്നപ്പോൾ റെഗുലറായിട്ട് കണ്ടപ്പം ചേട്ടൻ ചോദിച്ചു ഏത് പടത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തത്. അയ്യോ, അങ്ങനെ ഒരു പടമില്ലല്ലോ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഹായ്, ഹലോ, വെൽക്കം ടു മൂവി വേൾഡ്. ദിസ് ഈസ് നിമിഷ. ഇന്ന് നമ്മുടെ കൂടെ സംഭവ വിവരണം 4.5 സംഘം ആണ് എത്തിയിട്ടുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം. ഹലോ, ഹായ്. എല്ലാവരും സുഖമായിരിക്കുന്നു? അതെ. ഓക്കെ, അപ്പൊ ഇതിൽ ആരാ സംഘത്തലവൻ ആരാ? നമുക്ക് സംഘത്തലവന് തുടങ്ങാം. ആരാ? സഞ്ജു അല്ലേ? പറയൂ, സംഘത്തലവൻ എന്താണ്? സംഭവ വിവരണം, ഈ 4.5 സംഘം, സംഘത്തെ പറ്റി പറയൂ. നിങ്ങളുടെ ഒരു സംഭവ വിവരണം നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന 4 അര. അര എന്ന് പറയുന്നത് സച്ചിനോട് വരുമ്പോൾ അര. അപ്പോൾ ഞങ്ങളുടെ 4-5 പേരുടെ ലൈഫിൽ നടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗ്രോത്ത് എന്ന് ഞങ്ങൾ പറയുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു വിവരണമാണ് എൻ്റെ ഇതിപ്പോൾ. നമ്മൾ അത് കൃഷാന്തിൻ്റെ യൂഷ്വൽ ടൈറ്റിൽ പോലെ അങ്ങനെ അതിവിചിത്രമായൊരു ടൈറ്റിൽ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർ ഒരു ചേരിയിൽ വളരുന്ന, അവർക്ക് എന്താണോ ആവാൻ സാധിക്കുന്നത്, അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന അവരുടെ സറൗണ്ടിങ്സ് വെച്ചിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു 5 പേരാണ്. അവരുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളും അവർ പിന്നെ ഇതിനകത്ത് ഒരു സാധാരണ നമ്മൾ അങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ഇവർ വലിയ സംഭവമായി മാറുന്നു. അങ്ങനെയല്ല, ഇവർ വളരെ പ്രശ്നങ്ങളും അവരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നില്ല, അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. അത് വെബ് സീരീസ് തുടങ്ങുന്നത് തന്നെ സ്റ്റോറി നറേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലേ? ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് പോയി ഒരു മൂവിയുടെ സ്റ്റോറി പറയാൻ വേണ്ടി പോകുന്നു, ജീവിതകഥ പറയുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ ഇതൊരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള വെബ് സീരീസ് ആണ്. പല ഇൻസിഡൻസും പല ക്യാരക്ടേഴ്സും അതിലുണ്ട്. നമുക്ക് പേരെടുത്ത് പറയാൻ പാടില്ലാത്തത് പറയുന്നില്ല. പക്ഷേ ഈ സംഭവങ്ങൾ പലതും നടന്നിട്ടുള്ളതാണ്. ഒട്ടുമിക്ക സംഭവങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുള്ളതാണ്, അല്ലാത്ത നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഇതിനകത്തെ ഇപ്പം നമ്മൾക്ക് വളരെ വിചിത്രമായിട്ടുള്ള, അല്ലെങ്കിൽ വിചിത്രം നമ്മൾ പറയുന്ന സാധാരണ സിനിമകളിൽ നമ്മൾ യൂഷ്വൽ ഒരു ഈ ചെറിയ അണ്ടർവേൾഡ് ചെറുതായിട്ട് പറയാം, പാവങ്ങൾ അണ്ടർവേൾഡ്. അപ്പോൾ അണ്ടർവേൾഡിൽ സാധാരണ നടക്കുന്ന ക്രൈമുകളുണ്ട്. അതൊന്നും അല്ല ഇവിടുത്തെ ക്രൈമുകൾ. അതൊന്നും അല്ല ഇവിടുത്തെ ഒരു സ്മഗ്ലിംഗ് എന്ന് പറയുമ്പോൾ വലിയ പരിപാടികൾ അങ്ങനെയൊന്നുമില്ല. ചെറിയ ഇപ്പോൾ ട്രെയിലറിൽ പറയുന്ന പോലെ തന്നെ പൂവ്, പാല്, ഇപ്പം പറയുന്നുണ്ട് നമ്മളുടെ ആദ്യരാത്രി ലോബി ഇറങ്ങിയാലോ. അതെ. അപ്പം അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾ വെച്ച് ഇവർ വളരാൻ നോക്കുന്നതും അവർ നേരിടുന്ന പ്രശ്നങ്ങളുമാണ്. അത് മറ്റൊരാളുടെ കഥ പറയുന്നതാണ്. ജഗദീഷിൻ്റെ കഥ പറയും. അതാണ് ഈ സംഭവ വിവരണം.
അതിങ്ങനെ അതാണ് അതിൻ്റെ ഒരു നെറേറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതിൽ അടുത്ത ഗ്രാമത്തിലെ ഒരു ഉത്സവം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി നാട്ടിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നാട്ടിൽ പേരെടുക്കാൻ പലതും ചെയ്യാം. ഇത് അടുത്ത നാട്ടിൽ സ്വന്തം ഗ്രാമത്തിൽ ഉത്സവം നടത്തിയിട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അടി നേരിട്ട് കൊള്ളുമല്ലോ. അതുകൊണ്ട് അടുത്ത ഗ്രാമത്തിൽ എവിടെ എന്ത് പരിപാടി ശരിക്കും തല്ലുകൊള്ളികളാണോ? ഇതിൽ ആർക്കാ ശരിക്കും അടി കൊണ്ടിട്ടുള്ളത് ജീവിതത്തിൽ? ഇപ്പോഴും കിട്ടാറുണ്ട് അച്ഛൻ്റെ ഇല്ല. നന്നായി സംസാരിക്കുമ്പോ ഒരുപാട് മണിചേട്ടന്റെ ആ ഒരു കുറെ സീക്വൻസ് കണ്ടപ്പം ശരിക്കും ഭയങ്കര റിസംബ്ലൻസ് ആണ്. കറക്റ്റ്, അത് അങ്ങനത്തെ ഒരു കഥയും തിരുവനന്തപുരവും ഒക്കെ ആയപ്പോഴത്തേക്കും ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ പിന്നെ അച്ഛന്റെ സ്ഥാനം പിടിക്കുന്ന അച്ഛനൊരു എപ്പോഴും ട്രിവാൻഡ്രം സ്ഥാനം ഉണ്ടല്ലോ തന്നെ. എല്ലാ മൂവിയിലും. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് പേഴ്സണലി നമ്മള് സീനിൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പല സ്ഥലത്തും ഇംപ്രൂവൈസേഷൻ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഹ്യൂമറിന് ഏറ്റവും കൂടുതൽ പ്രൊവിഷൻ ഉള്ളത് ഈ അൽത്താഫിന്റെ ക്യാരക്ടറാണ്. അപ്പം അൽത്താഫ് നിരഞ്ജന്റെ ക്യാരക്ടർ. അപ്പം നിരഞ്ജന്റെ ക്യാരക്ടറിൽ എപ്പോഴും ഈ കൗണ്ടറുകൾ, അപ്പം നമ്മളൊരു സീൻ കഴിഞ്ഞ് അത് സ്ക്രിപ്റ്റിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് അതൊരു കൾമിനേഷനിൽ വരുമ്പോൾ ഒരു സാധനം എവിടെ നിന്ന് വെക്കും. അപ്പം മണിമുണ്ടരാജ് എവിടെ നിന്ന് വരും, ലാസർ പാലേന്ന്. അപ്പോൾ നമുക്ക് ഭയങ്കര കൃത്യമായിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടും നമ്മൾ. ഓ, ഇത് രാജേട്ടൻ്റെ ആ സെയിം ആ ഒരു ഡെലിവറി. അപ്പൊ അത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് എനിക്ക് ട്രെയിലറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു കറക്റ്റ് സെറ്റപ്പിൽ അത് കറക്റ്റായിട്ട് നടക്കും. എല്ലാവരും ചെന്നത് നടക്കില്ല, നമ്മൾ കുറച്ച് മാറ്റിയൊക്കെ പറയും. ശരിക്കും ട്രിവാൻഡ്രം സ്ലാങ് ഭയങ്കര രസമാണ്, കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതിൽ ട്രിവാൻഡ്രത്തിനെ വല്ലാണ്ട് ബോസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? തലസ്ഥാന നഗരി എന്നൊക്കെ കഥ നടക്കുന്ന അവിടെയാണ്. അപ്പം എനിക്കും ശ്രീനാഥിനും നമ്മൾ മൂന്നുപേർക്ക് എളുപ്പമാണ്, കാരണം നമ്മൾ തിരുവനന്തപുരം ആൾക്കാരാണ്. പക്ഷെ ഇവർ രണ്ടുപേരും അതെ. ഓക്കെ, അപ്പൊ സ്ലാങ് ഒന്നും പ്രത്യേകിച്ച് നോർമലി ട്രിവാൻഡ്രം സ്ലാങ്ങിലാണോ സംസാരിക്കുക? അല്ല, നോർമലി ട്രിവാൻഡ്രം അല്ല, ഈ പറഞ്ഞ പോലെ അതിനെ നമ്മള് സോക്കോൾ ട്രിവാൻഡ്രം സ്ലാങ് പൊതുവെ അങ്ങനെ പറയാറില്ല ആരും. പക്ഷെ വീട്ടിലും പറയത്തില്ല. ഇല്ല, ഈ സംസാരിക്കും പോലെയൊക്കെ തന്നെ ഉള്ളു വീട്ടിലും ഇതൊക്കെ ഉള്ളത്. കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് ഒരു ഹ്യൂമറിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ടച്ച് കിട്ടും. ഇവർക്ക് അത് കുറച്ചുകൂടെ എഫർട്ട് എടുക്കേണ്ടി വന്നു. ഈ രണ്ട് ശംഭു സഞ്ജു ഞാൻ ശരിക്കും കായംകുളമാണ്. കായംകുളം കഴക്കൂട്ടം. അതുകൊണ്ട് എളുപ്പമായിരിക്കും. ഞാനിവിടെ തൃശ്ശൂരാണ് സ്ഥലം, പക്ഷെ ഐ ഗ്രൂ അപ്പ് ഔട്ട് സൈഡ്, മുംബൈയിലായിരുന്നു. ഓക്കെ, പക്ഷെ തൃശ്ശൂരുള്ള ആൾക്കാർക്കല്ലേ ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാവുക? തൃശ്ശൂർക്കാർക്ക് എന്നും ആ ഒരു സ്ലാങ് ഭയങ്കര സ്ലാങ് ഉള്ളവർക്ക്. എനിക്ക് തൃശ്ശൂർ സ്ലാങ്ങും ഇല്ല. ബോംബെയിലാണ് ജനിച്ചു മുംബൈയിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കിത് പേഴ്സണലി ഐ ഹാഡ് ടു ഗോ സ്റ്റേ ഇൻ ട്രിവാൻഡ്രം ഫോർ ഒരു ഗുഡ് 6 months. അത് പറയാൻ കാരണം വെച്ചാൽ ഈ ചിലര് തൃശ്ശൂർക്കാര് ഹിന്ദി പറയുമ്പോഴും തൃശ്ശൂർ സ്ലാങ് വരും. അവരെന്ത് പറഞ്ഞാലും അവസരം കിട്ടില്ല. ആ ഒരു സ്ലാങ് കയറി വരും അല്ലേ? സംസാരിച്ച് വരുമ്പം ഇനി എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇതാണ് കയറി വരാം. നമുക്കൊരു സീരിയസ് ആവാൻ പറ്റത്തില്ല ചില സമയത്ത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീനാഥ് എങ്ങനെയാണ് മൂവിയിലോട്ട് വരുന്നത്? ഞാൻ ആദ്യം അഭിനയിക്കുന്ന സിനിമ നോൺസെൻസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നതെന്ന് സുഹൃത്തുക്കൾ ഇതിൽ കഞ്ഞി നാടകമാണ്. അപ്പൊ നോൺസെൻസ് ഒരു ഓഡിഷൻ ക്ലിയർ ചെയ്ത് MCG എന്ന് പറഞ്ഞ ഡയറക്ടർ വിളിച്ച് അങ്ങനെ പോയി ചെയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പ്രശാന്ത് തന്നെ പരിചയപ്പെടുന്നത്. വൃത്താകൃതി വരുന്നു, ആവാസവും വരുന്നു, പിന്നെ അങ്ങനെ കൂടെ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയ മൂവിയിൽ അഭിനയിക്കാൻ പറ്റി അല്ലേ? പ്രശാന്തിന്റെ സിനിമകളിലെ ഉപ്പാണ്. അതെ, എല്ലാ സിനിമയിലും ഇനി എല്ലാ മൂവിയിലും വരട്ടെ. അല്ല, പ്രശാന്ത് ഗംഭീര ആക്ടറാണ്. മലയാള സിനിമ തിരിച്ചറിയാത്ത ഒരു കഴിവിന് ഉടമയാണ് അദ്ദേഹം. ഭയങ്കര വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇന്നോട് ഇങ്ങനെ പോട്ടെ, തിരിച്ചറിയട്ടെ മറ്റൊരു കാര്യം. ഇനി ശംഭു നായകനുണ്ടായിരുന്നു. അതാണ് ഞാൻ എന്റെ വിന്നറാ. നായകൻ കഴിഞ്ഞിട്ട് സോളമന്റെ തെന്നിച്ചുകൾ ചെയ്തു ലാൽസറിന്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഒരു 1-2 വർഷം. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തു.
പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ റോൾസ് ആപ്റ്റായിട്ട് കിട്ടാത്തോണ്ടാണോ? ആ റോൾസ് ആപ്റ്റായിട്ട് കിട്ടുന്നില്ല. അത് ഇപ്പൊ ഒരു ഇത് എനിക്ക് കിട്ടിയത് ഇത് ആക്ച്വലി ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് വേറെ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ക്രയ പ്രക്രിയ എന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് ചെയ്തിരുന്ന ഒരു 0 ബഡ്ജറ്റ് വെബ് സീരീസ് എൻ്റെ ഒരു ഫ്രണ്ട് അതിനകത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്കാരോട് ഇങ്ങനെ പറയണ്ടായി, ഞാൻ കുറെ നാളായി ക്യാമറ ഫേസ് ചെയ്തിട്ട് അപ്പൊ എന്തെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും എനി പ്രോജക്റ്റ് റീസണബിൾ പ്രോജക്റ്റ് ആണെങ്കിൽ ഇനി ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് പ്രശാന്തായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അത് ഫിനിഷ് ചെയ്തു. അതിനകത്തൊരു 10 ദിവസത്തോളം ഞാൻ ഷൂട്ട് ചെയ്തു. അതിന്റെ സെറ്റിൽ ഉണ്ടായ ഒരു റിലേഷൻഷിപ്പിലാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഇത് പണ്ട് സിനിമയായിരുന്നു, 4 സംഘം 2 പാർട്ട് സിനിമയായിരുന്നു. ഇത് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് 2020 അത് പിന്നീട് 2023 വെച്ചിട്ടാണ് ഈ കോൾഡ് അഗൈൻ ആൻഡ് ഹി സെഡ് ഇത് സീരീസ് ആയിട്ടുണ്ട്, സോണി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് അന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ഇതിനകത്ത് വന്നത് ആക്ടിങ് പാഷൻ ആയതുകൊണ്ടായിരിക്കുമല്ലോ. ലൈക്ക് നായകൻ നായിക അതുപോലെ റിയാലിറ്റി ഷോയിലൂടെ വരാൻ എന്തായിരുന്നു? അങ്ങനെയൊന്നുമില്ല. നമ്മള് റിയാലിറ്റി ഷോയിൽ എനിക്ക് 21 വയസ്സായിരുന്നു. അപ്പൊ അന്ന് മറ്റേ വേറെ കോണ്ടാക്ട്സും ഇത് എങ്ങനെയാണ് ഈ പരിപാടി എന്നൊന്നും അറിഞ്ഞൂടാ. ഐ കെയിം ടു കൊച്ചി. ഞാൻ കൊച്ചിയിലൂടെ ഒരു തിയേറ്റർ സ്കൂളിലായിരുന്നു. അപ്പൊ ഇവിടെ കുറച്ച് നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ എന്നുള്ള അഞ്ജലി മേനോന്റെ സിനിമയിൽ ചെറിയൊരു വേഷം, ഭയങ്കര ജൂനിയർ ആർട്ടിസ്റ്റ് കൈൻഡ് ഓഫ് ഒരു സാധനം, അത് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു പ്ലേയുടെ റിഹേഴ്സലായിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മനോരമയിൽ ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്, പോയി നോക്കാൻ. അപ്പൊ ഞാൻ ഞാനും എന്റെ കൂടെ ഒന്ന് താമസിക്കുന്ന പിള്ളേരെ നമ്മളെല്ലാരും കൂടി പോയതാണ്. അങ്ങനെ കഴിഞ്ഞാൽ ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടത്തില്ലേ? അപ്പൊ മൂവീസ് ഒരുപാട് ഓഫർ ആ ടൈമിൽ വന്നിരുന്നു ഇറങ്ങിയപ്പോ തന്നെ? അത് കഴിഞ്ഞ ഉടനെ വന്നിരുന്നു. പക്ഷെ ഐ ഹാഡ് കോൺട്രാക്ട് വിത്ത് ഇവര് LG ഫിലിംസും അവര് ഇത് ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കോൺട്രാക്ട് ഉണ്ട്. ആദ്യത്തെ സിനിമ അവരുടെ. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് ലോക്ക്ഡൌൺ വന്നു. എല്ലാവർക്കും ഒരു പണിയായിരുന്നു അല്ലേ? അതാണ് ഒരു ആ ടൈമില് കൃത്യമായിട്ട് ആർക്കൊരു പണിയില്ലായിരുന്നു. പണിയില്ലാത്ത ഒരു പണിയാണ്. ഓക്കെ, അപ്പൊ ഈ ഫിലിമിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത്? അത് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഈക്വലി പണി കിട്ടിയോ? എല്ലാ ഗ്യാങ്ങിലും കാണത്തില്ല ഒരു തലതെറിച്ചാൻ പണിക്കൊക്കെ. ജീവിതത്തിലും ആണോ അതോ ജീവിതത്തിൽ ഇവിടെ കിടന്നുറങ്ങണോ? അവനുറങ്ങും. ഏത് സമയത്ത് ഉറങ്ങണം അവനുറങ്ങും. അവനൊരു ഇന്നൊരു പ്രശ്നം ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു പ്രവൃത്തി. എല്ലാ ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യും, എല്ലാം ഏറ്റെടുക്കും. എനിക്കൊന്നും പറയേണ്ടി വരില്ല. അവര് ഞാൻ പറഞ്ഞു പോകുന്നതിനെക്കാളും നല്ല നിങ്ങൾ തന്നെ പറഞ്ഞ് നമ്മൾ തമ്മിൽ സിങ്ക് ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം ശ്രീനാഥ് വെന്റ് ടു സ്കൂൾ വിത്ത് നിരഞ്ജ്. ഇവർ രണ്ടും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിരഞ്ജ് മറ്റേ 10:30 കിടന്നിറങ്ങുന്ന ടീമാ രാത്രി. അപ്പൊ ഞാൻ ഇവനും കുറെ നേരം ഡിസിപ്ലിൻ അല്ലേ? അത് സച്ചിൻ പറയുന്നത് നിന്റെ അച്ഛൻ ലെജൻഡ് ആയതുകൊണ്ടാണ് നിനക്ക് എങ്ങനെ 10:30 ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ അല്ല, ഞാൻ വീട്ടില് ഒരു മണിക്ക് 12 മണി അങ്ങനെ കിടക്കും. ഷൂട്ടിനൊക്കെ വരുമ്പോൾ നേരത്തെ കിടന്നുറങ്ങും. രാവിലെ എണീക്കണം, 5 മണിക്കൊക്കെ എണീക്കണം, 6 മണിക്ക് എണീക്കണം. ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ? ഷൂട്ടിന്റെ സമയത്ത് അവിടെ ജിമ്മില്ല. സ്ലീപ്പ് വേണമെന്നൊക്കെ കാണത്തില്ല? അങ്ങനെ അതൊന്നും ഇല്ല. പിന്നെ രാവിലെ 6:30-ഒക്കെയാണ് നമുക്ക് ടൈം. 6:30, 7 ടെന്നീസ് കളിക്കാൻ പോകും. എനിക്ക് ഫ്ലൂ പിടിവിട്ടു. സച്ചിന്റെ ക്യാരക്ടർ മൂങ്ങ അല്ലേ? മൂങ്ങ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 4.5 സംഘം അരയായിട്ട് കണ്ടാലും ഇതിൽ ഏറ്റവും കൂടുതൽ പച്ച പിടിച്ചിട്ടുള്ള ഒരാള് സച്ചിന്റെ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. പക്ഷി ബിസിനസ്സോ എന്തിലായിരുന്നു? മൂങ്ങ ബിസിനസ്. അതാണ് അല്ലേ? ലാസ്റ്റ് പൈസയൊക്കെ വെറുതെ ഒക്കെ കൊടുക്കും. കുറച്ച് റിച്ച് ആയിട്ട് ബാക്കി ആരും പച്ച പിടിച്ചിട്ടില്ല അല്ലേ? കാശുണ്ടാക്കാൻ പല വഴികൾ തേടുന്ന ഒരാൾ. ഇത്രയും 4.5 സംഘത്തിൽ ഒരാൾ മാത്രമേ പച്ച പിടിച്ചിട്ടുള്ളൂ. എല്ലാരും പച്ച പിടിക്കും. ഗതികെട്ടന്മാരെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു റെസ്റ്റോറന്റ് ഓണറാണ്. ഓരോരാളുടെയും ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ നിരഞ്ജന്റെ ക്യാരക്ടർ എന്താണ് മൂവിയില്? എന്റെ ക്യാരക്ടർ അൽത്താഫ് എന്നാണ് പേര്. എനിക്കൊന്ന് റൈറ്റിംഗിൽ കുറച്ച് സീരിയസും അങ്ങനത്തെ ഒരു ആളൊക്കെ ആയിരുന്നു. പക്ഷെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഞാനും മണിയനുമായിട്ട് ഒരു സീക്വൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇളകി ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടപ്പോൾ കൃഷ്ണാന്തരം വന്ന് പറഞ്ഞു, ഇത് തന്നെയാണ് പിടിക്കുന്നതെങ്കിൽ ഇത് തന്നെ പിടിക്കുക, ആ ഒരു മീറ്ററിൽ പിടിച്ചാൽ. ഞാൻ പറഞ്ഞാൽ ശരി, എന്നാൽ ഈ മീറ്ററിൽ പിടിക്കാതെ. പിന്നെയാണ് ഈ കൗണ്ടറും കോമഡിയും
അൽത്താഫ് റൈറ്റിംഗിൽ അങ്ങനെ അല്ലല്ലോ, പക്ഷെ ഞാൻ പിന്നെ കൗണ്ടർ ഒക്കെ അടിച്ച് എവിടെയെങ്കിലും ചാൻസ് കിട്ടിയ കൗണ്ടർ അടി അങ്ങനെ ഇതിനിടയിൽ കൂടെ- കാലിനൊരു കയ്യിൽ പ്രശ്നം നിന്നിടുവോ വരും. എങ്ങനെയാ ഈ കാലിനൊരു സ്റ്റിക്കിൽ പ്രശ്നം കാണുമോ? വരും ഇടയ്ക്ക്. കാലിനൊരു പ്രശ്നം വരും. അത് പക്ഷെ അത് സെക്കൻഡ് സീസണിലായാലും കുറച്ചുകൂടെ വയലന്റ് ആണ് എന്നുള്ളൊരു Violence സംഭവമാണ്. അപ്പൊ അത് കാരണം അതിന് കിട്ടുന്ന പണിയാണ് പക്ഷെ അത് കാലിന്. ഭയങ്കര രസമായിരുന്നില്ല അത് കാലിന്. കണ്ടിന്യൂ പോയതല്ലേ. ഇല്ല അത് ഒരു സീൻ നമ്മളൊരു ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ കാല് മാറിപ്പോയി, വയ്യാത്ത കാല് ഏതാന്നുള്ളത് മാറിപ്പോയി. അതൊരു നടന്നു വന്നിട്ട് തിരിച്ചു പോയപ്പോഴത്തേക്കും കാല് കാല് മാറിപ്പോയി. സ്പീഡിൽ നടന്നങ്ങ് പോയി. അയ്യോ കാല് അങ്ങനെ. ശരിക്കും ഇതിൽ കുറേ വയലൻസ് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ വയലൻസ് കാണിക്കുമ്പോൾ നിരഞ്ജൻ ഇത് മുന്നേ വയലൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ആരെങ്കിലും ഇതിന് മുന്നേ അതുപോലുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? ഇതിൽ മൊത്തം അടിയിടിയും ഇതൊക്കെയാണല്ലോ. അല്ല വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മൃഗീയമായിട്ടുള്ള വയലൻസ് ഇതില്ല. അങ്ങനത്തെ violence. ഇതിൽ ഭയങ്കര ആക്ച്വലി സാഹചര്യം കൊണ്ട്. ഇതിന്റെ ഒരു ജോൺറ തന്നെ ഒരു ക്രൈം കോമഡി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പൊ ഇങ്ങനത്തെ ഒരു വയലന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുന്നതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വളരെ ഹ്യൂമറിലാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഒരു മേജർ ഒരു സീൻ ഉണ്ട്. അപ്പോൾ അതിൽ ആ സീൻ ഫുള്ള് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടാണ്. ഒരു ക്രിസ്മസ് കാലറിന്റെ ഇതിൽ ബാക്ക്ഡ്രോപ്പിൽ അങ്ങനെ പോകുന്നത്. അങ്ങനെ ഒരു സീരിയസ് ക്രൈം നമ്മളിപ്പോൾ സാധാരണ സിനിമകളിൽ ഇപ്പോൾ കാണുന്നത് ഭയങ്കര വയലന്റ് സിനിമ, അല്ലെ വയലന്റ് സീൻസ് ഒരുപാടുള്ളത്, ബ്ലഡ് ഷെഡ് ഒരുപാടുള്ളത്, അങ്ങനത്തെ സിനിമയല്ലത്. ഇതിനകത്ത് പറയാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനെ ഭയങ്കര വയലൻസ് അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ക്രൈം കോമഡി നമ്മൾ ഭയങ്കര രസകരമായിട്ട് കണ്ടുപോകുന്നത്. കൃഷാന്തനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഹ്യൂമർ പാറ്റേണിൽ കുറെ കൂടെ പോയിട്ടുള്ള വേറൊരു സിനിമ കൃഷാന്ത് വരെ ചെയ്തിരുന്നു തോന്നുന്നില്ല. കൃഷാന്തിന് എല്ലാത്തിലും ഉണ്ട്. അതിൽ പക്ഷേ അതിന് നെറേറ്റീവ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, അല്ലെങ്കിൽ വേറൊരു തരത്തിലാണ്. ഇത് പക്ഷേ കുറച്ചുകൂടി ഒരു നോർമൽ മാസ് ഓഡിയൻസിന് കണക്ട് ആവുന്ന പോലത്തെ. ഇതില് എത്രമാത്രം നായിക പ്രാധാന്യമുണ്ട്? ഇപ്പൊ വാഴ ഒരുപാട് ഇതുപോലത്തെ സീരീസ് ഒക്കെ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർ ഒരുപാട് ഏറ്റെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒരു നായിക ഉണ്ടെങ്കിൽ മാത്രമേ ഫിലിം സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് പറയുന്നിടത്തു നിന്ന് ഇപ്പോൾ ഫിലിമിൻ്റെ സ്റ്റോറി ലൈൻ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ കാണുക. നല്ല ഫൺ മോഡിൽ ഇരുന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഇരുന്ന് കാണും. അപ്പോൾ ഇത് ആ ഒരു കൈൻഡ് ഓഫ് മൂവിയാണോ? ഞാനൊരു മൂവി വെച്ച് കമ്പയർ ചെയ്യില്ല, ബട്ട് സ്റ്റിൽ ഇത് എനിക്കൊന്നും നായകനും ഇല്ല നായികയും ഇല്ല. ഇതിൽ പ്രണയം പറയണില്ലേ അല്ലേ? പ്രണയമുണ്ട്, പക്ഷെ അത് ഒരു ടിപ്പിക്കൽ സിനിമയുടെ ഗ്രാഫിൽ പോകുന്നില്ല. കുറെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും നല്ല പ്രണയം പറയുന്നത് ഇതിൽ ഒരു ഹീറോയിസും ഇല്ലാത്ത ഒരു തല്ലുപുള്ളിയായിട്ടുള്ള ഒരാളോടുണ്ട്. അവനാണ് ഏറ്റവും കൂടുതൽ പണം. ഇവിടെ ഇല്ല അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ക്യാമറയുടെ പിറകിൽ നിൽപ്പുണ്ട്, മുമ്പിലേക്ക് വരും. നമ്മളെ ഈ മറ്റേ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ഒരു നടൻ വിഷ്ണു അഗസ്ത്യ. വിഷ്ണു അഗസ്ത്യക്കാണ് ഇതിനകത്ത് ഏറ്റവും ഭയങ്കര പ്രേമമുള്ളത്. ഏറ്റവും ബ്യൂട്ടിഫുൾ വേലക്കുട്ടൻ പുള്ളി സുഖിച്ചിറങ്ങിപ്പോയി. അല്ലേ? ഇതില് ബാക്കി എല്ലാവർക്കും ഇതിനകത്തുണ്ടോ? ഇത് പ്രേമല്ല എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവരുടെ സ്റ്റേറ്റസ് മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് കുറെ നല്ല ക്യാരക്ടേഴ്സ് ആണ്. ഫീമെയിൽ ക്യാരക്ടേഴ്സിന് എനിക്ക് തോന്നുന്നു ദർശനാണ്. അപ്പം അതിനകത്ത് നമ്മൾ ട്രെയിലറിൽ പറയുന്ന പോലെ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡില് ദർശന, അത് ഭയങ്കര രസമാണ്. ദർശന നമ്മളൊരു ദർശൻ ഇതില് ഗുണ്ടാന്ന് പറയില്ല, ഫീമെയിലിന് എന്താ പറയാ? ഗുണ്ടി പറയോ? ഇല്ല അല്ലേ? പക്ഷേ നല്ല പവർഫുൾ ക്യാരക്ടറാണ് പുള്ളിക്കാരിയുടെ. ദർശന നമുക്ക് അതിനകത്തൊരു ഓപ്ഷൻ ചെയ്ത ഒരു സീനാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തത്. അതിൽ ദർശന നടന്നു വരുന്ന എനിക്കൊന്നത് ട്രെയിലറിലുണ്ട് ആ ഷോട്ട്. ഭയങ്കര പഞ്ചുള്ളൊരു ദർശന ജയ ചെയ്തതിനു ശേഷം നല്ല പഞ്ചാണല്ലോ. അതേപോലെ ഇപ്പം ശാന്തിയുടെ ആണെങ്കിലും രസമായിട്ടുള്ള, ശാന്തി എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. സെറിൻ പിന്നെ നമുക്കറിയാം വളരെ നല്ല ആക്ട്രസ് ആണ്. ജഗദീഷ് ചേട്ടൻ ഉണ്ട് അല്ലേ? ജഗദീഷ് ചേട്ടന്റെ കൂടുതൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ജഗദീഷ് ചേട്ടൻ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോഴുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അല്ല, പണ്ടും നല്ലതാണ്. ജഗദീഷ് ചേട്ടൻ നല്ലതല്ലാത്ത ടൈമില്ല. പക്ഷെ പണ്ട് നമ്മൾ അധികം ഹ്യൂമർ കോമഡി സീൻസിലാണ് കാണുന്നത്. പക്ഷെ ഇപ്പം വരുന്ന എല്ലാ ഫിലിമിലും ഓരോ ഫിലിമിലും ഭയങ്കര വ്യത്യസ്തതയാണ്. ജഗദീഷ് ചേട്ടൻ ഉപ്പ് പോലെയാണ്. ഇപ്പൊ ഏത് ഫിലിം നോക്കിയാലും ജഗദീഷ് ചേട്ടനെ കാണാന്നുള്ള. അയ്യോ ഉപ്പ് നീയും അത് കല്ലുപ്പ് പൊടി ഏതാ നല്ലത്? രണ്ടുമല്ല, ജഗദീഷ് ഹിമാലയൻ പിങ്ക് സോൾട്ട്, ഇവൻ കല്ലുപ്പ്. ചളി. ഇത് രാജചേട്ടനല്ല കേട്ടോ. നിലവാരം കുറെ തമാശകളുടെ. ഇത് ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും എനിക്കൊന്ന് ജഗദീഷ് ചേട്ടനും കൃഷാന്തിന്റെ സിനിമകളിൽ എപ്പോഴും ഉണ്ടാവുള്ള ഭയങ്കര ജഗദീഷ് ചേട്ടൻ ഒരുപാട് ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ റോഷാക്കിലാണ് ആദ്യമായിട്ട് ജഗദീഷ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. ജഗദീഷ് ചേട്ടൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. ജഗദീഷ് ചേട്ടന് ഇങ്ങനെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എന്തായി തുടങ്ങിയ ഇങ്ങനെ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്.
അതെ അതെ ഒരാൾ റെസ്റ്റിലും. ആരെ ഈ റെസ്റ്റില് അത് ചെയ്യുന്നതായിരിക്കും. അല്ലല്ലേ, അതെ ഇങ്ങനെ നശിപ്പിച്ചതൊക്കെ നമ്മളാണ്. കാരണം പുള്ളി ഭയങ്കര ബോഡിയൊക്കെ ആക്കിയിട്ടാണ് ഇതിൽ ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ വന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് കപ്പലിന് ഉണ്ടായി കൊണ്ടുവരും. ഞാൻ പറയും അത് കാരമലൈസ്ഡ് അല്ലേ, നട്ട്സ് അല്ലേ, കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ആണോ എടാ ഞാൻ കഴിച്ചുകൂടാ. നമ്മൾ അത് നല്ല കാര്യമല്ലേ, നട്ട്സ് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറ്റിച്ചോണ്ടിരുന്നത് നമ്മളാണ്. നാട് നീളെ നടന്ന് കഴിഞ്ഞ ഒരുപാട് നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ നൈറ്റ് ഷൂട്ടിന് ഇവന്മാർക്ക് വേണ്ടി മാത്രം തുറന്നിരുന്ന തട്ടുകടകളുണ്ട്. അവിടെ ഇവൻ ജോലി ചെയ്യാനും തുടങ്ങി. ഇലവീഴ പൂഞ്ചിറയില് രാത്രിയിൽ ആരും പോവില്ല. അത്ര ആളുണ്ടായിരുന്നു ഓംലെറ്റ് ഒക്കെ. ഇവനും എന്നെ വഴി തെറ്റിച്ചു. അവിടെ ഒരു നമ്മൾ ഈ ഇലവയുടെ പൂഞ്ചിറയിൽ അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു ആവശ്യമില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കില്ല, ഇത് അതാണ് ഓക്കെ ബിരിയാണി 5 രൂപയുടെ ഒരു സാധനം. ഞാൻ അത് കഴിച്ചു. പിന്നെ അഡിക്ഷൻ പിന്നെ മാലാണൊക്കെ തീക്കിട്ടുണ്ട്. ലേസ് പോലത്തെ ഒരു ചെറിയ സാധനം, ഓക്കെ ബിരിയാണി ലേസ്, കുഞ്ഞു പിള്ളേർ കഴിക്കുന്ന സാധനം, വൈറ്റ് കളർ അല്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ കസിൻ ചേച്ചിയുടെ മക്കളൊക്കെ കഴിക്കുന്ന സാധനം. അപ്പൊ എനിക്കിത് തിന്നുമ്പോൾ ടേസ്റ്റ് ആണ്. ഞാൻ കസിൻ ചേച്ചിയുടെ പിള്ളേരൊക്കെ കഴിക്കുന്ന സാധനം. അപ്പൊ ഞാൻ കഴിക്കും. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഞാൻ ഒരെണ്ണം ഇങ്ങനെ വാങ്ങിയിട്ട് കൊടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പം എനിക്ക് ഷൂട്ടില്ലാത്ത ദിവസമൊക്കെ വിളിച്ച് കാണിക്കുന്നു ഒരു വലിയ മാല പോലെ നിരഞ്ച് കാറിനകത്ത് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ബിരിയാണി. പിന്നെ ഞങ്ങൾക്ക് അതിന്റെ അഡിക്ഷൻ ആയിരുന്നു കുറച്ച് നാൾ. സത്യം ഓക്കെ ബിരിയാണി, ഇഫ് യു ആർ വാച്ചിങ് ദിസ് മേക്ക് മീ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കണം, പൊളിയാണ്. കഴിച്ചിട്ടില്ല ഇല്ലാന്ന് കഴിച്ചിട്ടില്ല. പിന്നെ നിർത്തി. ഞങ്ങൾ കൺട്രോൾ ചെയ്തു. ഡയറ്റിന് നല്ലതാണ്. പലയിടത്തുള്ള ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സാധനം കുട്ടിക്കാനം ഇലവീഴ അവിടെ ഒരു ഒരു 10 തന്നെ ഉണ്ടായിരുന്നു ഒരു കടയിൽ. അടിപൊളി ട്രാവൻസ് നിങ്ങൾ ഈ കടയുടെയൊക്കെ പരസ്യം പറഞ്ഞ കാര്യം അല്ല ഗ്യാങ് ആണല്ലോ. ഇപ്പം ബോയ്സ് ഗ്യാങ്ങിൽ നോർമലി നിങ്ങൾ വെള്ളടിച്ചിരിക്കുമ്പോഴോ അല്ലാതെ ഒരു പാർട്ടി മോഡിലിരിക്കുമ്പോൾ എന്താ സംസാരിക്കാറ്? നമ്മൾ ഗേൾസ് ഗ്യാങ്ങിൽ അറിയത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാളുടെ ക്രഷ് അല്ലെങ്കിൽ ഒരാൾ ഗേൾ വിളിക്കുകയാണ്, ലൗഡ് സ്പീക്കറിൽ ഇട്ട് കേൾക്കുമോ അതോ ഒറ്റയ്ക്ക് ഇരുന്ന്? ഇവരൊക്കെ മാരീഡ് ആണ്. നമ്മൾ 3 പേര് സഞ്ജു മാരിയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ ശംഭു കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ തമ്മിലല്ല, ഞങ്ങൾ കഴിച്ചിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ബാക്കിയുള്ള ആൾക്കാർ പറയും വെറുതെ കുടുംബം കലക്കണം. എന്താണ് പറയണ്ടത്? ഇല്ല, അവര് നല്ലതാണ്. ഇനി എന്ത് പറയാൻ അവർക്ക് ഭാര്യമാരെ വിളിക്കാൻ ടൈം കിട്ടുന്നില്ല. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂടെയുള്ള അൺപിള്ളേർ പറയും ലൈൻ വിളിച്ചു കഴിഞ്ഞാൽ കുറെ നേരം കഴിയുമ്പോൾ മൂളി കൊടുത്താൽ മതി, ഇവർക്ക് പറയുന്നത് കേട്ടാൽ മതി, തിരിച്ചൊന്നും വേണ്ട, റേഡിയോ പോലെ ഇരുന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ മൂളാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചൊന്ന് മൂളി വെക്കി, ലാസ്റ്റ് കഴിയുമ്പോൾ കട്ട് ചെയ്താൽ മതി, കട്ട് ചെയ്തു. അതുപോലെ ഈ കഥ പറയാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അയ്യോ അല്ല, ഏതോ കുട്ടി ആരോ നിരഞ്ജ് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ മുളണ്ടാക്കാൻ ഞാൻ തന്നെ മൂളും. പക്ഷെ നിരഞ്ജ് അങ്ങനെയല്ല. നിരഞ്ജ് ആദ്യം അങ്ങനെയായിരുന്നു. ശരിക്കും അല്ല, നിരഞ്ജ് അങ്ങനെയാണ്, മൂളി. പക്ഷെ അത് അവന്റെ ഭാര്യ കേട്ടു, നിരഞ്ജനെ കേട്ടു. അത് ഇവന്റെ ഭാര്യ കേട്ടു. അപ്പൊ അങ്ങനെ ഇവനെ പൊക്കി, അങ്ങനെ ഇവനെ പൊക്കി പിടിച്ചു. അത് ഇപ്പൊ അങ്ങനെ സംസാരിക്കാറില്ല. ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ. എന്നാ പിന്നെ 4 ദിവസത്തിലേക്ക് വന്നാൽ ഇത് കഴിഞ്ഞല്ലേ എല്ലാവരും കാണണ്ടേ? ഒരുപാട് ചളി അടിക്കുന്നല്ലേ. ഇതല്ല കേട്ടോ വെബ് സീരീസിലുള്ളത്. വെബ് സീരീസിൽ ഇതൊന്നും ഇല്ല. വെബ് സീരീസിൽ ഫുൾ അടി ഇടി ബഹളം എല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻസും. വളരെ അളന്നാണ് നമ്മൾ തമാശകളല്ല, ഇതുപോലല്ല. ഈ കൂട്ടത്തില് ക്യാരക്ടർ ഏറ്റവും ഹ്യൂമർ സെൻസിലെ ക്യാരക്ടർ ഇതിൽ ആരുടെ ആയിരുന്നു? അങ്ങനെ ശ്രീനാഥ് ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. പക്ഷേ ഈ സിനിമയിൽ അതിനുള്ള അവസരം കൊടുത്തില്ല. അല്ല, എല്ലാവർക്കും തമാശ ഉണ്ട് ഇതിന്റെ. സിറ്റുവേഷണൽ കോമഡിയാണ് ഭൂരിപക്ഷവും മോസ്റ്റ്ലി. നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഡയലോഗ് ഇടുവോ അതോ സ്ക്രിപ്റ്റിലുള്ളത് മാത്രമാണോ? അല്ല, നമ്മൾ പക്ഷെ ഷോർട്ടിന് മുമ്പ് നമ്മൾ പ്രശാന്തായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യും. നമ്മൾ സീൻ നോക്കും, എന്നിട്ട് ഇംപ്രൂവൈസ്. പുള്ളിയുടെ റൈറ്റിംഗിൽ ആക്ച്വലി അതിനുള്ള സ്കോപ്പ് ഇടും കേട്ടോ. അതായത് കയ്യിൽ നിന്ന് ഇടാനുള്ള കുറെ സ്പേസസ് ഇടും. പറയും എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ചേട്ടൻ ചോദിക്കും എന്ത് പറയാം. എൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കും, എടാ നിനക്ക് ഇതിൽ എന്ത് പറയാൻ പറ്റും, തിരിച്ച് കൗണ്ടർ ഇവൻ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് ഓക്കെ ആണെങ്കിൽ പുള്ളി പറയാൻ ആ മാൻ ഗുഡ് ആണ് അത് പറയാൻ പറയും. നമ്മൾ ചിലപ്പോൾ പലരും ഇങ്ങനെ നമ്മൾ ഉൾപ്പെടെയുള്ള ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, വേണ്ട അത് വർക്കാവില്ല മാൻ.
വളരെ ചിരിച്ചിട്ട് പറയും അതെ ഭയങ്കര ചിരിക്കും, ഭയങ്കര ലൗഡ് ചിരി. അപ്പൊ നമ്മൾ വിചാരിക്കും അടിപൊളി കൊള്ളാം, പക്ഷെ അത് വേണ്ട, ചിലതരം വേണ്ട. ചിരിച്ചു കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറയും. നമ്മൾ ഈ കണ്ടന്റിൽ അത് വേണോ വേണ്ടെന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ധാരണ. പക്ഷേ അങ്ങനെ ഒരു ഇപ്പം എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അടുത്ത സീനിൽ പിന്നെയും പറയുന്ന ഒരാളാണ് നിരഞ്ജൻ. വേണ്ടെന്ന് പറയല്ലോ, പക്ഷെ അത് പലതും നമുക്ക് സിനിമയിൽ ഭയങ്കര രസമായിട്ട് വർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു പെർസീവിയറൻസ് ഉണ്ടല്ലോ, അത് അതാണ് കേൾക്കാത്തവരാണ് എത്ര പറഞ്ഞാലും കേൾക്കില്ല. നമ്മുടെ രാജേഷേട്ടന്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? നമ്മുടെ കിലുക്കത്തിലെ അച്ഛൻ പടം അഭിനയിക്കാത്ത പടമാണ് ഞാൻ മിണ്ടാതിരിക്കാം. മിന്നാരോ മിന്നാരായിരിക്കും, മിന്നാരോ സ്ലിപ്പായി പോയതാ. മിന്നാരത്തിന് എന്ത് പറയാനാ? ലാസർ ബാലയെന്ന് ഒരു കാപ്പിടി എന്റെ ഭാര്യ കാണാം, അതല്ലേ ആസാനല്ലേ? ബാക്കി മൊത്തം എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. നീ വല്ലതും പറയടാ, നീ വല്ലതും ഇങ്ങോട്ട് പറ. അതിൽ കിട്ടാൻ വേണ്ടിട്ടാണ്. എന്താ പറയണ്ട, നീ എന്തെങ്കിലും ഒരു ഡയലോഗ് ഇട്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പറ. നാട് മുഴുവൻ നിന്നെ എന്റെ കുഞ്ഞിനെ തേടി. നാട് അത് നീ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഡയലോഗ് പറയാം. അത് പറ. എന്നാ പറ, കുഞ്ഞിന്റെ പേരെന്താ? മുത്തു. മുത്തു എന്നൊരു കൊച്ചു കടയില്ല, ഞാൻ മുത്തു എന്നാണ് വിളിക്കുന്നത്. എന്റെ കൊച്ചു ഇഷ്ടമുള്ള പേര് വിളിച്ചത്. നിങ്ങളോട് ചോദിച്ചത് ആ കുഞ്ഞിന്റെ ശരിയായ പേരാണ്. ശരിയായ പേര് അതെ ഇങ്ങോട്ട് ചോദിക്കുന്നു. മലയല്ല, കുന്ന് കുന്ന്. കിട്ടി, എല്ലാരും കിട്ടിയില്ലേ? എല്ലാം പറഞ്ഞു. ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം ഇപ്പോഴേ. കിന്നാരത്തിലെ പാളി. നമ്മള് വളരെ പാളി പോകുന്നുണ്ട്. കിലുക്കം കിന്നാരം. അയ്യോ അത് കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാനിത് എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അല്ലേ, അതെന്തിനാ കട്ട് ചെയ്യുന്നത്? അതിരിക്കട്ടെ, നമുക്ക് സീരിയസിലേക്ക് വരാം. സീരിയസിനെ കുറിച്ച് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ഒരു ഫൺ മോഡ് ചോദിക്കുകയാണ് കേട്ടോ, കുറച്ച് കുസൃതി ചോദ്യങ്ങൾ പോലെ. നിങ്ങളിൽ നിരഞ്ജനോട് ചോദിക്കാം, സ്വയം തിരികെ പോകാൻ സാധിച്ചില്ല, ഏത് പ്രായത്തിലോട്ടാ പോവുക? എനിക്കങ്ങനെ കുസൃതി ചോദ്യമല്ലേ? വലിയ പ്രായം അല്ല, ഏതിലോട്ട് പോകും? 20 കണ്ടല്ലോ, അത് പറഞ്ഞു. ഇപ്പോഴത്തെ പ്രായം മനസ്സിലാവും. അല്ല, എനിക്ക് പോണ്ട, 20 തന്നെ സന്തോഷം. അത് തന്നെ, വെറുതെ പോയിട്ട് വീട്ടിൽ പോകണുണ്ടല്ലോ. ഓക്കെ, ഇനി ഒരു സൂപ്പർ പവർ ലഭിക്കുമെങ്കിൽ എന്താ വേണ്ടത്? സച്ചിൻ പറയും. സൂപ്പർ പവർ ലഭിക്കുമെങ്കിലോ? ഏത് സൂപ്പർ പവർ? ഇൻവിസിബിൾ ആവും. ഇൻവിസിബിൾ ആകാൻ ഞാൻ ചോദിക്കാം. സൂപ്പർമാൻ സീരീസിൽ അഭിനയിക്കും. അതെന്തോ സൂപ്പർ, സൂപ്പർ പവർ. സൂപ്പർ പവർ ശരിക്കും കിട്ടുന്നത്. ശരിക്കും കിട്ടുവാണേലും എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് എന്ത് വേണം സാർ, പറയൂ. എന്ത് വേണമെങ്കിലും ഇപ്പൊ ചോദിക്കാം, എല്ലാം കിട്ടും. എന്ത് വെച്ചാലും കിട്ടും. അപ്പോ അങ്ങനല്ല, ഐ മീൻ സൂപ്പർ പവർ എന്ത് വേണേലും പറയാം. അല്ല, പറക്കാന്ന് പറയണേ. ആലോചിക്കുക. പറക്കാം. പറഞ്ഞിട്ട് ഇല്ല, പറക്കല്ല, എനിക്ക് സ്പേസിൽ പോയാൽ മതി. അത് പറഞ്ഞല്ലേ പോകാൻ പറ്റുള്ളൂ. നടന്നു കയറാം. സ്പേസിൽ നമുക്ക് ഇത് കഴിഞ്ഞ് കയറാം. ഇൻവിസിബിൾ ആകണം എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ആയാലും എന്താ ചെയ്യുക? ഫസ്റ്റ് ഇൻവിസിബിൾ ആയാൽ നമുക്കിതൊന്നും അറിയണ്ടല്ലോ. കടക്കാര് വരുമ്പോ ഇൻവിസിബിൾ ആയിട്ട് എവിടെയെങ്കിലും കടക്കാര് വരുമ്പോ കാണാതാവും, പൈസ വാങ്ങിച്ച് കടം ചോദിച്ചാൽ തിരിച്ചു വരും. അല്ല, ഇൻവിസിബിൾ ആയിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റി, എങ്ങോട്ട് പോകും? അതിവിടെ പറയാൻ പറ്റൂല. ഇൻവിസിബിൾ ആവാന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ? കുറച്ച് നാൾ മുന്നേ ചോദിക്കാൻ മാന്യമായിട്ട് ഉള്ളൊരു ഷോ ആണത്. ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി ഏതാ? ഞാനാ? കാണിച്ചെന്നാലും മതി, നമുക്ക് പെട്ടെന്ന് കാണും അവിടെ. ചുമ്മാ ചിരി അല്ലെ? ഇമോജി കാണിച്ചതാ അത്. അതെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണണമെന്നാണ് ആഗ്രഹം, കാണിക്കുന്നില്ല. വേണ്ട ചോദിച്ചാ ചുമ്മാ ചിരി, ചുമ്മാ. ഒറ്റ വാക്കില്ലേ അടുത്തിരിക്കുന്ന ശ്രീനാഥനെ ഒറ്റ വാക്കിൽ വിവരിക്കും. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം പുള്ളിനെയാണ്. അല്ല, ഭയങ്കര എനിക്ക് സത്യം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീനാഥൻ. ഒറ്റ വാക്കില് ഒരു എന്താ പറയാ, ടൈറ്റിൽ ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മരതകം. ഞാൻ പറയട്ടെ, ഉറപ്പായിരിക്കും. ഞാൻ വിളിക്കുന്ന പറയട്ടെ, ബോൺ ആക്ടർ. ബോൺ ആക്ടർ. ഇതിനപ്പുറം എന്ത് ക്രെഡിറ്റ് ആണ്? ഇവനാണ് സൺ ഓഫ് എ ലെജൻഡ്. ഷൂട്ടിന് വന്നപ്പോ തൊട്ടത്. പിന്നെ ഇവന് സൂപ്പർ പവർ ആവശ്യമില്ലെന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ഇവൻ ഭയങ്കര അഭ്യാസിയാണ്. ഇവൻ ചെയ്യാത്ത പരിപാടികളില്ല. സൈക്കിള് വീൽ ചെയ്യും, ബൈക്ക് വീൽ ചെയ്യും,
സ്കേറ്റ് ചെയ്യും. അറിയോ? ആ കുറച്ച് സ്റ്റിക്ക് റൊട്ടേഷൻ, നഞ്ചാക്കൊക്കെ അറിയാം. അധിക പ്രസംഗിയാണ്. അല്ലേ നമ്മുടെ താടിയല്ലി. ഓക്കെ, അപ്പോൾ ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ ചില സമയത്ത് കുഞ്ഞിന്റെ സ്വഭാവമാണ്. എപ്പോഴത്? കളി തോറ്റു കഴിയുമ്പോൾ, ക്രിക്കറ്റ് കളി തോറ്റു കഴിഞ്ഞാൽ അവൻ കരയും. ഓർമ്മിപ്പിക്കല്ലേ ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ചേട്ടാ, ചേട്ടാ ഞാൻ എങ്ങല്ല കണ്ടോ ചേട്ടാ. ലോലനാണല്ലേ, വളരെ കുഞ്ഞു മനസ്സാ, നല്ല കാര്യമാണ് അല്ലെ, കുട്ടിയെ പോലെ. ലോലൻ ഇവനാണ്. ലോലൻ സീരീസ് കണ്ടില്ലേ? കണ്ടിട്ട് എന്ത് തോന്നി? നല്ല സീരീസ് ആണ് ആക്ച്വലി. എനിക്ക് വാഴ ഒക്കെ കണ്ടപ്പം എനിക്ക് ഇതുപോലെ നമ്മൾ ഫണ്ണായിട്ട്, അതായത് നമുക്ക് അധികം ടെൻഷൻസ് ഒന്നും എടുക്കാതെ കണ്ടിരിക്കാൻ, എല്ലാവർക്കും അതാണല്ലോ, ഒരുപാട് ഭാരമൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഭയങ്കര വയലൻസ് ആണെന്ന് പറഞ്ഞു. വയലൻസ് അങ്ങനെയാ, ഇടയില് അടിപിടി അത് വേണമല്ലോ നമുക്കിങ്ങനെ. അടിപിടിയാണോ വയലൻസ്? അല്ലേ, രക്തപ്പുഴ ഒഴുകുന്ന ഈ നാട്ടിൽ അടിപിടി ചെറിയ വയലൻസ് കുഞ്ഞ് അതൊക്കെ നോർമലി നടക്കുന്നില്ല അടിപിടിയൊക്കെ. നോർമലി ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുണ്ടോ? അടിയും ഇടിയൊക്കെ. ഇതിൽ പോലീസ് സ്റ്റേഷൻ കയറണില്ലേ? പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. ആരും അതിൽ കയറിയിട്ടില്ല. അതിപ്പോ നമ്മള് മറ്റേ ഇത് PCC ചോദിച്ചാലും പോലീസ് സ്റ്റേഷനിൽ കയറാമല്ലോ. അത് മുമ്പ് ഈ നമുക്കിങ്ങനെ ഓൺലൈനിലൊന്നും വരത്തില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിന് എന്താ, പോലീസുകാരെ നമ്മളെ സർവീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നില്ല. അപ്പോൾ കയറി നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെ കണ്ടാൽ പോരെ. പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് കുറ്റമല്ലല്ലോ, കുറ്റക്കാർ മാത്രമല്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അടി കൊള്ളുന്നവരെ പോലീസ് കൊണ്ടുപോകാറില്ല പൊതുവെ. ശംഭുവിന് നല്ല അനുഭവങ്ങൾ അങ്ങനെ അടയ്ക്കാനുള്ള പോലീസ് സ്റ്റേഷനിൽ കയറി. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. വണ്ടി എവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ പറയാം അങ്ങനെ പോലീസ് സ്റ്റേഷൻ നല്ല അതിന് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അതൊരു ഇതായിട്ട് ചോദിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതുവരെ സഞ്ജുയുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 4.5 സംഘത്തിൻ്റെ കൂടെ ചെയ്തപ്പോൾ വ്യത്യസ്തമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റില്ല? എനിക്ക് ഒരു നല്ലൊരു റേഞ്ച് ഓഫ് ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് ഒരു സ്കൂൾ ലൈഫ് മുതൽ പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ, സ്കൂൾ ലൈഫ് മുതൽ ഒരു mid-40s വരെ പ്ലേ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് 1000 Babies ആണ്. അപ്പോൾ 1000 Babies കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം ലീനായിട്ടും ഒക്കെ ഇരിക്കുന്നത് എന്നെക്കാട്ടിലും 1-2 വയസ്സ് മൂത്തതാണെന്നുള്ളൂ. ഇവരൊക്കെ കുറച്ച് മൂത്തതാണ്. നീ എന്നൊക്കെ മൂത്തല്ലേടാ? അപ്പോൾ എനിക്ക് 45, 3 വയസ്സ് മൂത്ത്. ഈ സ്കൂൾ പോർഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ലൈക്ക് വെയിറ്റ് കുറയ്ക്കാൻ. ശ്രീനാഥൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ശ്രീനാഥ് പക്ഷെ അങ്ങനെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്ന ഒരു സീരീസ്. ഭയങ്കരമായിട്ട് സഞ്ജു ബ്രോയുടെ ആണ് ഞങ്ങൾക്ക് കൂട്ടത്തില് പറഞ്ഞപ്പോൾ ഈ മമ്മൂക്ക ഒരു ഫിലിമില് ഗുണ്ടാ സംഘത്തിന്റെ കൂടെ പോയിട്ട് ആക്ടിങ് പഠിച്ച പോലെ നിങ്ങള് അത് സിനിമയല്ലേ ബെസ്റ്റ് ആക്ടർ, അതുപോലെ ഇതില് പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ആൾക്കാരെ എഫർട്ട് എടുത്ത പുള്ളിയാണ്. അല്ല, അത് ഞാൻ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയും, അല്ലെങ്കിൽ നമുക്ക് സമയമില്ലായിരുന്നു. ഞാൻ 1000 Babiesന്റെ ഷൂട്ട്, ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു 20 ദിവസം, ഒരു കഷ്ടി December 23rd കഴിയുന്നു. ഇത് Jan 16th തുടങ്ങുന്നു. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ സ്കൂൾ പോർഷനിലാണ് തുടങ്ങുന്നത്. അപ്പം എനിക്കറിയാം ഇവർ വളരെ ലൈക്ക് എനിക്ക് ഇവരോട് പിടിച്ചിരിക്കണം. CCL ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് പക്ഷെ ആ സമയത്ത് എനിക്കിപ്പോഴും ഒരു 18 വർക്കൗട്ട് ഡേയ്സ് ആണ് എനിക്ക് കിട്ടിയത്. ആ വർക്കൗട്ട് ഡേയ്സ് ഞാൻ ഒരുപാട് ഓവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ അതെനിക്ക് ഇതിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു, അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റും. അപ്പോൾ പണ്ട് ഞാൻ ഈ ജിമ്മിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഒരു ലീഡ് ആക്ടർ, ഒരു ജയേട്ടൻ ആക്ടർ ജയേട്ടൻ ആ ജിമ്മിലായിരുന്നു വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്, കത്തനാറിന് മുമ്പായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു പടവും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് സമയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ജിമ്മിൽ റെഗുലറായിട്ട് പോകുന്നപ്പോൾ റെഗുലറായിട്ട് കണ്ടപ്പം ചേട്ടൻ ചോദിച്ചു ഏത് പടത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തത്. അയ്യോ, അങ്ങനെ ഒരു പടമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ ഇല്ല, ഞാൻ ചെയ്യുന്നു. നമ്മൾ റെഡി ആയിട്ടിരിക്കണം അല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് അതിനൊരു ഉത്തരം കിട്ടി. അത് ലൈക്ക് വൈ വി ഷുഡ് ഡു ഇറ്റ്. നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അപ്പം ഞാനത് മുടക്കിയിട്ടില്ല, അത് റെഗുലറായിട്ട് പോയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സിനിമ ചെയ്യാനും, നമുക്ക് ഇങ്ങനത്തെ സിനിമ, ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനും. പക്ഷെ നമ്മളുടെ ഒരു
ഏജും കാര്യങ്ങളും കടന്നു പോകും. ഞാനിപ്പോൾ ഇൻഡസ്ട്രി വന്നപ്പോൾ ഒരു ഏകദേശം 10-12 ഇയേഴ്സോളായി. അപ്പം അത് ഞാൻ ആഗ്രഹിച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് പിടിച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് അത് ഫോളോ ചെയ്ത് വന്നിരുന്നു. അതിനെനിക്ക് കിട്ടിയൊരു അവസരം എന്ന് പറയുന്നത് ഒരു പരിധി വരെ കുറച്ച് 1000 BBSലും 4.5 സംഘത്തിലുമാണ്. അപ്പം ഈ ഒരു 4 സ്റ്റേജ് പ്ലേ ചെയ്യാൻ പറ്റുക 1983 എന്നെ ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമയാണ്. അതിൽ നമുക്ക് അങ്ങനത്തെ ഒരു കഥ ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കൊതിച്ചിട്ടുണ്ട്. കാരണം പല വലിയ വലിയ ആക്ടേഴ്സ് ചെയ്ത് കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റണം, അതുപോലെ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടണം. ആ ചാൻസ് എനിക്ക് കിട്ടിയത് 4.5 സംഘത്തിലാണ്. അത് കൃഷാന്തുമായിട്ടുള്ള ഒരു 10 വർഷത്തിന് മേലായിട്ടുള്ളൊരു അസോസിയേഷനാണ്, ഒരു സുഹൃത്താണ്. ഞാൻ ടൊവിയാണ് എന്നെ ഒരിക്കൽ കൃഷാന്തിനെ പരിചയപ്പെടുന്നതും. ഇങ്ങനൊരാളൊരു കഥ പറഞ്ഞു. അപ്പം നമ്മൾ ടൊവി ഉണ്ട്, ഞാനുണ്ട്, അപ്പോൾ ഒന്ന് പുള്ളിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ ബോംബെയിൽ വെച്ചിട്ട് ഞാൻ കണ്ടു. 2014-ലാണ് കണ്ടത്, 2015-ലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കൃഷാന്തിനെ കണ്ട് അന്ന് കൃഷാന്ത് പറഞ്ഞ കഥകളിൽ ഒരു കഥയായിരുന്നു ഇത്. അങ്ങനെ കുറേ കഥകൾ ചർച്ച അന്ന് മുതലുള്ള ഒരു നമ്മളുടെ ചർച്ചകളാണ് 2021-ലാണ് ഈ സോണി ലിവ് മലയാളത്തിൽ സീരീസ് നോക്കുന്നത്. അത് എൻ്റെ നമ്മുടെ സുഹൃത്ത് ആണ് അതിൻ്റെ ഒരു കണ്ടൻറ്റ് നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് പിച്ച് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും പിന്നീടൊരു 4 years ജേർണിയാണ് ഇപ്പം ഇവിടെ വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇത് പ്രസൻറ്റ് ചെയ്തിരുന്ന കൃഷാന്തായിരുന്നു. കൃഷാന്ത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു സ്ലോട്ട് കിട്ടി. പക്ഷേ ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി കൃഷാന്തിന് ഒരു പേഴ്സണൽ എമർജൻസി ഉണ്ടായിരുന്നു. വൈഫിനൊരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് കൃഷാന്തിന് പോകേണ്ടി വരികയും ഇത് പ്രസൻറ്റ് ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞൊരവസ്ഥയായി. കാരണം ഒരു ഡിലമയിലായിപ്പോയി. അങ്ങനെ വന്ന് ഞാനും കൃഷാന്ത് എനിക്ക് വന്ന് ആദ്യമായിട്ട് വഴക്കാവുന്ന ഒന്നാണ്. കൃഷാന്ത് ഞാൻ പറയും, ഞാൻ എങ്ങനെയെങ്കിലും അതൊന്ന് ഞാൻ വേണേൽ അവിടെ പോയിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കാം, അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനത് പ്രസൻറ്റ് ചെയ്തു. ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ട് ഞാൻ അവരോട് അവസാനം പറഞ്ഞത്, ഈ കഥ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്, കൃഷാന്ത് ഇതിൽ നന്നായിട്ട് നെറേറ്റ് ചെയ്യുന്നതാണ്. അന്ന് അവർ പറഞ്ഞു നമുക്കിത് ഇഷ്ടപ്പെട്ടു, വിൽ ഹാവ് എ കോൺവെർസേഷൻ വിത്ത് കൃഷാന്ത് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് അത് അപ്രൂവ് ചെയ്തൊരു സംഭവം. പിന്നെ അതിനുശേഷം ഭയങ്കര ടഫായിരുന്നു ഈ ഒരു ജേർണി. ഒരു 4 years നമ്മളെടുത്തു. അതെനിക്ക് തോന്നുന്നു കൃഷാന്ത് അതത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ. കൃഷാന്ത് അതിനെ കറക്റ്റ് ഭയങ്കര പ്രൊഫഷണലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. അതെ, ആ എടുത്ത എഫേർട്ട് ഈ ഫിലിമിൽ എന്തായാലും റിസൾട്ടിലൂടെ എന്തായാലും കിട്ടട്ടെ. അതെ, അത് കാരണം അത് ഈ ഒരു വലിയ സീരീസാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു പറഞ്ഞിരിക്കുന്ന ബജറ്റിന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ലത്, അതിനേക്കാൾ അപ്പുറമാണ്. ഇത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പം ഓവർ 100 days ഓഫ് ഷൂട്ട് നമ്മൾ വിചാരിച്ച് ഞാൻ പലപ്പോഴും അസോസിയേറ്റിനോട് ചോദിച്ചു, ഇത് കഴിയുമോ, നമ്മുടെ പരിപാടി തീരുമോ? എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ തീർക്കും എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ഡേ അറ്റ് എ ടൈം എന്ന രീതിയിൽ നമ്മളിങ്ങനെ സീസൺ 1 സീസൺ 2 അങ്ങനെ സീസൺ 1 ഷൂട്ട് ചെയ്തു. ആഫ്റ്റർ സക്സസ് നമ്മൾ സീസൺ 2 എന്തായാലും ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് പിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സോണിയിൽ പിച്ച് ചെയ്തു. Actually, this was supposed to be the first series of Sony Live. ഒരുപാട് നല്ല കാസ്റ്റ്, ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ദർശന, വിജയരാഘവൻ, ഒരുപാട് നല്ല കാസ്റ്റ് ഉള്ള ഒരു വെബ് സീരീസ് ആണ്. പക്ഷേ ഒരു വെബ് സീരീസിൽ ഫസ്റ്റ് ആയിരിക്കും ഇത്രയും വലിയ ഹക്കീമുണ്ട്. നിങ്ങൾ ഒരാളെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഹക്കീം ഷാ. നമ്മൾ ഹക്കീമുണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, വിഷ്ണു അഗസ്തി ഉണ്ട്, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ആക്ടേഴ്സിൻ്റെ നല്ല പെർഫോമൻസ് കാണാൻ പറ്റുന്നൊരു സീരീസാണ്. പിന്നെ മറ്റൊരു സർപ്രൈസ് പാക്കേജ് ഉണ്ട്, അത് നമ്മൾ ഇപ്പോൾ പറയില്ല. ഇതിനകത്തൊരു വലിയ കഥാപാത്രം ചെയ്തിരിക്കുന്നത് വേറൊരു പുള്ളിയാണ്. ആ പുള്ളി പറയില്ല, അത് നിങ്ങൾ അല്ലേ, അത് ഓഡിയൻസ് കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ. പക്ഷേ അത് ഒരു കാര്യം, അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയെന്ന് വെച്ചാൽ പുള്ളി അത് കഥാപാത്രം ചെയ്തിട്ട് വന്ന് പറഞ്ഞു, ഈ അഭിനയം അത്ര മോശം പണിയല്ല, അത്ര എളുപ്പപ്പണിയല്ല, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലേ എന്ന്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതാരാണെന്ന് ഓഡിയൻസ് കാണണ്ടേ. ഇവര് പോലും കണ്ടില്ലേ സർപ്രൈസ്ഡ് ആവുന്നത്. 4.5 സംഘം ഒരു നല്ല 1.5 കിടലൻ സംഘമായിട്ട് അറിയപ്പെടട്ടെ, ഒരുപാട് പേര് ചർച്ച ചെയ്യട്ടെ. ഒരുപാട് ഗ്യാങ് ഉണ്ടാവും അല്ലേ, എല്ലാ ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരുപാട് ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്യാങ് വളരെ സ്പെഷ്യലായിട്ട് എല്ലാവർക്കിടയിലും ഒരു ചർച്ചാ വിഷയം ആകുന്ന ഒരു ഗ്യാങ് ആവട്ടെ. വളരെ നല്ല സക്സസ് ആവട്ടെ. കൂടുതൽ മൂവി എല്ലാവർക്കും. ഇത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും.
കാരണം ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ആളാവണം, ഒരു 10 പേരെ പീഡിക്കണം, അല്ലെങ്കിൽ നമുക്ക് പക്ഷെ അതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് ഇതിൻ്റെ അകത്ത് അതെ, കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം, നമ്മൾ ചില സിനിമ കണ്ടിട്ട് നമ്മൾ വിചാരിച്ചത് ഇത് ഗുണ്ടയാവണം അല്ലെങ്കിൽ ഡോൺ ആവണം, അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് തോന്നും. കാരണം അത് ഭയങ്കര ഹീറോയിസമാണ്. പക്ഷെ അതിൻ്റെ ഒരു റൂട്ട് എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്നും അല്ലെങ്കിൽ അത് പക്ഷേ ഇവരുടെ സാഹചര്യമുണ്ട്, ഓരോ സാഹചര്യം നമ്മൾ ഇതിനകത്ത് പറയുന്ന സർക്കംസ്റ്റാൻസസ് ഉണ്ട്. ആ സർക്കംസ്റ്റാൻസസ് ആണ് ഇവരെ അങ്ങനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവന്നത്. റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉത്സവം നടത്തണം, ഇതെല്ലാം റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾക്കാർ നോക്കുന്നത് എങ്ങനെ ആൾക്കാർ നമ്മളെ അക്നോളജ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഒരു ചേരിയിൽ വളർന്ന ഇവർക്ക് അങ്ങനത്തെ അക്നോളജ്മെൻറ്റ് കിട്ടാറില്ല. ഇവർ അതിനകത്ത് ഇതിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ പല തെറിയും അല്ലെങ്കിൽ അവഗണിച്ചുമാണ് സ്കൂളിലും പോലും കാണുന്നത്. അതൊന്നും എവിടെ ഇല്ലാത്തതല്ല, ഇന്നും പലയിടത്തും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ പല സാഹചര്യങ്ങളാണ് പല കുട്ടികളെ പലതരത്തിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് 4 സംഘം. അപ്പോൾ അത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും, ഒരു കുട്ടികൾക്കും റിലേറ്റബിൾ ആയിരിക്കും. ഭയങ്കര ഫണ്ണുണ്ട്, എന്നാൽ നല്ല ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, നല്ല പെർഫോമൻസസ് ഉണ്ട്. സോ ഓവറോൾ ഇറ്റ് വിൽ ബി ഫൺ. അതെ, അപ്പോൾ എല്ലാവരും അറിയപ്പെടാനും റെസ്പെക്റ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് തരികടകൾ കാണിക്കുന്നു. അപ്പം ഇതിൽ ഈ സംഘം ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ കാണിച്ച് ഒരുപാട് പെടലുകളിൽ പെട്ടു. അത് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് പാടാവട്ടെ, അതായത് റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അറിയപ്പെടാൻ വേണ്ടിയിട്ടോ ഒരുപാട് കാട്ടിക്കൂട്ടി വല്ലാത്തൊരു പെടലിൽപ്പെട്ട് ഇരിക്കുന്ന ഒരു സംഘമാണല്ലോ. വല്ലാതെ പെട്ടുപോയില്ലേ? വല്ലാതെ പെട്ടു. എനിക്ക് അതറിയോ, വീട്ടിൽ നിന്ന് പശുവിനെ അഴിക്കുകയും ചെയ്ത് എവിടെ കൊണ്ട് കെട്ടാൻ അറിയില്ല, ആ ഒരു അവസ്ഥയായി. എന്തായാലും ഞാൻ അധികം പെടാൻ നിൽക്കുന്നില്ല. ഞാൻ രക്ഷപ്പെടുത്തിയതാ, നമ്മുടെ സോണി ലൈവിലാണ് സ്ട്രീം ചെയ്യുന്നത്. എല്ലാവരും തീർച്ചയായും കാണണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഫൺ, ഹ്യൂമർ, ഡാർക്ക് കോമഡി, പ്രണയം എല്ലാം പറയുന്ന ഒരു കിഡ്ലം വെബ് സീരീസ് ആണ്. എല്ലാവരും പോയി കാണുക. ആൻഡ് ദ ടീം ഓൾ ദ ബെസ്റ്റ്. Thank you so much. Thank you. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.